വെനീസ്വേലയിലെ അമേരിക്കൻ കാടത്തം അവസാനിപ്പിക്കുക, സാമ്രാജ്യത്വം തുലയട്ടെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. സ്മൃതിമണ്ഡപ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നോർത്ത് കോട്ടച്ചിരിയിൽ സമാപിച്ചു. വെനീസ്വേലയിലെ അമേരിക്കൻ കാടത്തം അവസാനിപ്പിക്കുക, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. സ്മൃതിമണ്ഡപ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ഒരു രാഷ്ട്രത്തിന്റെ ഭരണ തലവനാണ് അദ്ദേഹം. ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനുമേൽ ഇടപെടാനുള്ള ഒരു അധികാരവും ആ രാഷ്ട്രത്തിന് പുറത്തുള്ള ഇതര രാജ്യങ്ങൾക്കില്ല. അത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിനുമേൽ ഇടപെടാൻ വേണ്ടി കഴിയില്ല. എന്നാൽ അത്തരം മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എങ്ങനെയാണോ ഇറാഖിന്റെ ഭരണാധികാരിയായിരുന്ന സദാം ഹുസൈനെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി തൂക്കിലേറ്റുന്നതിന്, വധശിക്ഷ നടപ്പാക്കുന്നതിന് അന്നത്തെ ഭരണകൂടം അവിടെ നേതൃത്വം കൊടുത്തത്. അതിനു സമാനമായ നിലയിൽ ലോക സാമ്രാജ്യത്വത്തിന്റെ പ്രതീകമായ, അധിനിവേശത്തിന്റെ പ്രതീകമായ, വർണ്ണവെറിയനായ, വംശീയവെറിയനായ, സാമ്രാജ്യത്വ വിദ്വേഷത്തിന്റെ പ്രതീകമായ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അങ്ങേയറ്റത്തെ അപകടകരമായ അതിക്രമമാണ് വെനസ്വേലയ്ക്ക് മേൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വെനസ്വേലയുടെ പ്രസിഡന്റിനെ ഒരു സുപ്രഭാതത്തിൽ പിടിച്ചുകൊണ്ടുപോവുകയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ തലവനെ ഇങ്ങനെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് ഈ രാജ്യത്ത് ലോകത്തെവിടെയെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുമോ? അനീഷ് കുറുമ്പാലം അധ്യക്ഷത വഹിച്ചു. VP അമ്പിളി, ഹരിത നാലപ്പാടം, AR ആര്യ, N ദീപുരാജ് എന്നിവർ സംസാരിച്ചു. V ഗിനീഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.